പല അടകൾ കഴിച്ചിട്ടുണ്ടെങ്കിലും വ്യത്യസ്തമായ ഈ ചേനയട എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചേന അടയാണ്. നിങ്ങൾ ചക്കയട കഴിച്ചിട്ടുണ്ടാവും, മാങ്ങയട കഴിച്ചിട്ടുണ്ടാവും, അങ്ങനെ പലതരം അടകൾ നിങ്ങൾ കഴിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു ഹെൽത്തിയായ ചേനയടയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായി ചേന തോലൊക്കെ ചെത്തി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി നമ്മളൊരു 150 ഗ്രാം ചേന ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് മുങ്ങിക്കിടക്കുന്ന പോലെ വെള്ളം ഒഴിക്കുകയും വേണം. ഇനി ഒരു 4-5 വിസിൽ വരുത്തിയെടുക്കാം. ചേനയട തയ്യാറാക്കുന്നതിനായി 150 ഗ്രാം അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മളുടെ ഇടിയപ്പപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ, അല്ലാണ്ട് പുട്ടുപൊടി എടുക്കാൻ പാടില്ല, ഇടിയപ്പപ്പൊടി തന്നെ എടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ അരി കുതിർത്ത് നന്നായി പൊടിച്ചെടുക്കുക നൈസായിട്ട്. ഏത് രീതി വേണമെങ്കിലും നമുക്ക് ചെയ്യാം, നമ്മളുടെ ഇഷ്ടം പോലെ. 150 ഗ്രാം അരിപ്പൊടിക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം തിളച്ച വെള്ളം, നമ്മൾ ഇടിയപ്പത്തിന് കുഴയ്ക്കുന്നത് പോലെ വെള്ളമൊഴിച്ച് കുറച്ച് വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. മാവ് നമ്മൾ കുഴച്ച് കഴിഞ്ഞു, ഇലയും വാട്ടിയെടുത്ത് കഴിഞ്ഞു. നോക്കൂ, ചേന കഷ്ണങ്ങളെല്ലാം എന്താ ഇതേപോലെ നന്നായി വെന്ത് കഴിഞ്ഞു. ഇനി കൈ കൊണ്ട് നമുക്കൊന്ന് ഉടച്ചെടുക്കാം. പിന്നെ നമ്മൾ മധ്യഭാഗത്ത് വയ്ക്കുന്ന മധുരം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. പാനിലേക്ക് ഒരു 10 മില്ലി വെള്ളം ഒഴിച്ചു. അതിനുശേഷം നമ്മളൊരു 100 ഗ്രാം ശർക്കര ഇട്ട് നന്നായി അലിയിച്ചതിന് ശേഷം നമുക്കൊന്ന് അരിച്ചെടുക്കാം. നന്നായി അലിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കാം. ശർക്കര നന്നായി അലിഞ്ഞ് കമ്പിപ്പാകായി കഴിഞ്ഞു. ഇനി നമ്മൾ ഈ 2 ചേരുവകളും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നാളികേരവും ചേനയും കൂടെ. ചേനയിൽ ധാരാളം ഔഷധ ഗുണങ്ങളുണ്ട്. അതുപോലെ ഫൈബറിൻ്റെ അളവ് കൂടുതലാണ്. ചേന വെച്ച് തന്നെ ഒരുപാട് വിഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ചേന പായസം വളരെ ടേസ്റ്റായ ഒരു പായസമാണ് കേട്ടോ, ചേന പായസം. ഇനി ഒന്ന് ചെറിയ തീയിൽ നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ജലാംശമെല്ലാം ഏകദേശം നന്നായി വറ്റിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുക. 1 സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം സിമ്മിൽ വെച്ച് ഒരു 2 മിനിറ്റും കൂടി ഇളക്കുകയാണ് വേണ്ടത്. അപ്പോഴത്തേക്ക് നമ്മളുടെ മധ്യഭാഗത്ത് വയ്ക്കുന്ന മധുരം തയ്യാറായിട്ടുണ്ടാവും. ചേന അടയുടെ മധ്യഭാഗത്ത് വയ്ക്കുന്ന മധുരക്കൂട്ട് തയ്യാറായി കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ തന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ചക്കവരട്ടിയൊക്കെ കഴിക്കണ പോലെ തന്നെ ഇത് കഴിക്കാനും നല്ലതാണ്. ഇനി ഒന്ന് ആറിയതിന് ശേഷം വേണം ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാൻ. ചേന അടയുടെ മധ്യഭാഗത്ത് വയ്ക്കുന്ന മധുരക്കൂട്ട് തയ്യാറായി കഴിഞ്ഞു. ഇതേപോലെ മാവ് ഇലയിൽ നന്നായി കനം കുറച്ച് പരത്തുക. ഇതേപോലെ 1 സ്പൂൺ മധുരക്കൂട്ട് നമ്മൾ ഇതിലേക്ക് എടുത്തു വെച്ച് നന്നായി ഒന്ന് പരത്തി കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെ വേണം ഈ അട മടക്കിയെടുക്കാൻ. ഇതേപോലെ 2ആയി മടക്കണം. അതിനുശേഷം ഈ 2 സൈഡുകളും ഇങ്ങനെ മടക്കിയെടുക്കുക. അതിനുശേഷം ഇതേപോലെ മടക്കിയെടുക്കണം. ഈ ചേരുവകളെല്ലാം നമുക്ക് ഇതേപോലെ തയ്യാറാക്കിയതിന് ശേഷം സ്റ്റീം ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഈ ചേനയട ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. രുചികരമായ നമ്മളുടെ ചേന അട തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കുക. ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. വേറൊരു പുതിയ ഐറ്റമായി വരുന്നത് വരെ ബൈ ബൈ.